അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാന്താരീസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 3 ചെരുവുകൾ കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം തന്നെ എടുത്തുള്ളത് നല്ല പഴുത്ത മാങ്ങയാണ്. നമുക്ക് ഒരു മാങ്ങ മതി. നമുക്ക് ഈ ഒരു മാങ്ങ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഐസ്ക്രീമിലോട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 2 പാക്കറ്റ് വിപ്പിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർക്കാത്തത് എന്തെന്ന് വെച്ചാൽ ആ ഒരു ക്രീമിൽ തന്നെ മധുരം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ബൗളും അതുപോലെ തന്നെ ആ വിസ്കും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ ക്രീം പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മാംഗോവും കൂടി ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുഡിംഗ് ട്രേയോ അതുപോലെ വേറെ എന്തെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആ മാംഗോ പ്യൂരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ടിന്നിലോട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലോട്ട് കുറച്ച് മാംഗോ പ്യൂരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 8 ഹവേഴ്സ് ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 8 ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റും വെക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ 3 ചേരുവകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് സിമ്പിളായിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു മാംഗോ ഐസ്ക്രീം. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ.